ദീർഘദൂര യാത്രകൾക്ക് ബസ്സിനേക്കാൾ കൂടുതൽ ട്രെയിനെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതിപ്പോൾ ബസ്സിൽ പോകാൻ ഇഷ്ടമാണെങ്കിൽ കൂടി ദൂരയാത്ര വരുമ്പോൾ ട്രെയിൻ തന്നെയായിരിക്കും ഒന്നാമത്തെ ഓപ്ഷൻ. അതിന് കാരണം ട്രെയിനിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനം ടോയ്ലറ്റ് സൗകര്യമാണ്. ക്ഷീണമില്ലാതെ യാത്ര ചെയ്യാനും അത്യാവശ്യ കാര്യങ്ങൾ ആശങ്കയില്ലാതെ നടക്കാനും ട്രെയിനുകൾ തന്നെയാണ് എപ്പോഴും നല്ലത്. എന്നാൽ മുൻപൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഒരു നൂറ്റാണ്ട് മുൻപുള്ള കാര്യം പരിശോധിച്ചാൽ അന്നൊന്നും ട്രെയിനിൽ ബാത്റൂം സൗകര്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തെപ്പറ്റി ചിന്തിക്കാനെങ്കിലും ഇപ്പോൾ ആർക്കെങ്കിലും കഴിയുമോ? 1853 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ട്രെയിനുകൾ ഓടാൻ തുടങ്ങിയതെങ്കിലും തുടക്കത്തിൽ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഈ ട്രെയിനുകളിലൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രകൾ കുറവായതിനാൽ തന്നെ ആദ്യം ഇതൊരു പ്രശ്നമായി ആരും കരുതിയില്ല. എന്നാൽ ദീർഘമായ റൂട്ടുകൾ നിലവിൽ വന്നതോടെ ടോയ്ലറ്റുകളുടെ അഭാവം ഗുരുതരമായ പ്രശ്നമായി മാറി. എന്നിട്ടും 50 വർഷത്തിലേറെയായി ബ്രിട്ടീഷ് സർക്കാർ ഇതിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നതാണ് സത്യം. ഒടുവിൽ 1909 ട്രെയിനുകളിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നത്. എന്നാൽ ട്രെയിനിലെ ഉയർന്ന ക്ലാസ് കോച്ചുകളിൽ മാത്രമാണ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അന്ന് ഏർപ്പെടുത്തിയിരുന്നത് പോലും. അക്കാലത്ത് ഓക്കിൽ ചന്ദ്രസൻ എന്നയാൾ ട്രെയിനിൽ നേരിട്ട അസൗകര്യമാണ് പിന്നീട് എല്ലാവർക്കും ഒരുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എന്നേക്കുമായി മാറ്റിമറിക്കുന്നത്. 1909 ജൂലൈ 2 ബംഗാളിലെ അഹമ്മദ്പൂർ സ്റ്റേഷനിൽ നിന്ന് ഓക്കിൽ ചന്ദ്രസൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിന് പെട്ടെന്ന് ടോയ്ലറ്റ് ഉപയോഗിക്കേണ്ടി വന്നപ്പോൾ ഓൺ ബോർഡ് സൗകര്യങ്ങളൊന്നുമില്ലാത്തതിനാൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. എന്നാൽ അദ്ദേഹം ഇറങ്ങിയ ഉടൻ തന്നെ ഗാർഡ് വിസിൽ മുഴക്കിയതോടെ ട്രെയിൻ നീങ്ങി തുടങ്ങി. ഒരു കൈയിൽ ഒരു വെള്ളക്കുടവും മറുകൈയിൽ ഒരു കയറും പിടിച്ച് ചന്ദ്രസൻ നീങ്ങിത്തുടങ്ങിയ ട്രെയിനിനു പിന്നാലെ ഓടി. ആ രംഗം കണ്ടു നിന്നവരെയും ഏറെ ചിരിപ്പിച്ചു. ചന്ദ്രസെന്നിന് ആ സംഭവം വളരെ അപമാനകരമായി തോന്നുകയും അത് വല്ലാതെ അലട്ടുകയും ചെയ്തു. ഈ അനുഭവത്തിൽ അസ്വസ്ഥനായ ചന്ദ്രസൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിലെ ഭോപ്പാൽ റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനമായ ഹബീബ്ഗഞ്ചിലെ റെയിൽവേ ഡിവിഷൻ ഓഫീസിലേക്ക് ട്രെയിനുകളിൽ ടോയ്ലറ്റുകൾ വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കത്തെഴുതി. ഈ കത്ത് റെയിൽവേ ഉദ്യോഗസ്ഥരെ വളരെയധികം സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് ദീർഘദൂര റൂട്ടുകളിൽ സാനിറ്ററി സൗകര്യങ്ങളുടെ യഥാർത്ഥ ആവശ്യം റെയിൽവേ അധികൃതർ തിരിച്ചറിഞ്ഞു. അതും ഈ ഒരൊറ്റ കത്തിലൂടെ. 80 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളിൽ എല്ലാ കമ്പാർട്ട്മെന്റുകളിലും ടോയ്ലറ്റുകൾ നിർമ്മിച്ചു നൽകി. എന്നാൽ ഇതിൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു വസ്തുത, യാത്രക്കാർക്ക് കിട്ടിയ ഈ സൗകര്യം 2016 വരെയും ഇന്ത്യയിലെ ലോക്കോ പൈലറ്റുമാർക്ക് ലഭ്യമായിരുന്നില്ല എന്നതാണ്. അതായത് 2016 ശേഷം നിർമ്മിച്ച എഞ്ചിനുകളിൽ മാത്രമേ ലോക്കോ പൈലറ്റുമാർക്ക് ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ. 1909 ചന്ദ്രസൻ എഴുതിയ ചരിത്രപരമായ ഈ കത്ത് ഇപ്പോഴും ഡൽഹിയിലെ നാഷണൽ റെയിൽവേ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രതിഷേധം യാത്രയുടെ പുരോഗതിക്ക് വലിയ കാരണമായി. പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രായമായവർ, കുട്ടികൾ എന്നിവർക്ക് ഈ ഒരു മാറ്റം വളരെ ആശ്വാസമായി മാറി. അത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരൊറ്റ പ്രതിഷേധം കൊണ്ട് എങ്ങനെ അർത്ഥവത്തായ ഒരു മാറ്റത്തിലേക്ക് അതിനെ നയിച്ചുവെന്ന് ഓക്കിൽ ചന്ദ്രസെന്നിൻ്റെ കഥ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും.